ആദിവാസി ക്ഷേമത്തിനും വികസനത്തിനും കോടികൾ ചെലവഴിച്ചുവെന്ന് അവകാശപ്പെടുന്ന സർക്കാരും ട്രൈബൽ വകുപ്പും പത്തനംതിട്ട അടിച്ചിപ്പുഴ ആദിവാസി കോളനിയിലെ ദുരിതങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുകയാണ്. പുഴുവരിച്ചതും ഭക്ഷ്യയോഗ്യമല്ലാത്തതുമായ അരിയാണ് ഇവർക്കായി വിതരണം ചെയ്തിരിക്കുന്നത്. കാലങ്ങളായി ജനപ്രതിനിധികൾ തിരിഞ്ഞു നോക്കാത്ത ആദിവാസി കോളനിയിൽ നിന്നും റിപ്പോർട്ടർ അന്വേഷണ പരമ്പര. സംസ്ഥാനത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ ആദിവാസി കോളനിയാണ് അടിച്ചിപ്പുഴ ആദിവാസി കോളനി. സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ ഈ ആദിവാസി കോളനിയിൽ ലഭ്യമാകുന്നുണ്ടോ എന്ന് ഞങ്ങൾ അന്വേഷിക്കുകയാണ്. അടിച്ചിപ്പുഴ ആദിവാസി കോളനിയിൽ പ്രതിമാസം 15 കിലോ അരി ആദിവാസികൾക്കായി നൽകുന്നുവെന്നാണ് ട്രൈബൽ വകുപ്പ് അവകാശപ്പെടുന്നത്. എന്നാൽ ആദിവാസികൾക്കായി നൽകുന്ന അരി ഇനി കാണുക. നവജാത കുഞ്ഞുങ്ങൾക്ക് പോലും ഈ അരി ഉപയോഗിച്ചുള്ള കഞ്ഞിവെള്ളമാണ് നൽകുന്നത്. ഭക്ഷ്യയോഗ്യമല്ലാത്ത അരി നിവൃത്തികേട് കൊണ്ടാണ് പലപ്പോഴും ഇവർ കഴിക്കുന്നത്. ഞങ്ങൾക്ക് ഈ അരി തരുന്നതുണ്ടല്ലോ, ഗവൺമെൻറ്റുകാർ തരുന്നതാ. ആദിവാസികൾക്ക് ഊരിയിട്ട് കൊടുക്കുന്നെന്നാണ് പറയുന്നത്. പക്ഷേ ഞങ്ങൾക്ക് ആദിവാസികൾക്ക് തരുന്ന അരിയായത്. ഞങ്ങൾക്കായിട്ട് ഒരു കാര്യങ്ങളും ഇവിടെ കലക്ടറിൻ്റെ അവിടെ കഴിഞ്ഞ ദിവസം ഞാൻ പോയണക്ക് കൊണ്ട് പേപ്പർ കൊടുത്തണക്ക് അതിൻ്റെ ഒരു ഉത്തരവാദിത്വം അവർ കാണുന്നുമില്ല, അവർ വന്ന് തിരക്കുന്നുമില്ല. കോളനിയിൽ മികച്ച ഭക്ഷ്യധാന്യങ്ങളാണ് വിതരണം ചെയ്യുന്നത് എന്ന് ട്രൈബൽ വകുപ്പ് മനുഷ്യാവകാശ കമ്മീഷന് മുൻപാകെ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. അടിച്ചിപ്പുഴ കോളനിയിലെ സുകുമാരിയമ്മ തങ്ങൾക്ക് ലഭിച്ച റേഷനരിയിൽ നിന്നും കറുത്തരിയും കല്ലും പറക്കിയെടുക്കുകയാണ്. ഇതിന് ഉത്തരം പറയേണ്ടത് ട്രൈബൽ വകുപ്പാണ്. ക്യാമറമാൻ ശ്രീലാൽ കൊട്ടാരക്കരയ്ക്കൊപ്പം അജി കുഞ്ഞുമോൻ, റിപ്പോർട്ടർ, പത്തനംതിട്ട.